പറന്ന് പറന്ന് ദാ എൻ്റെ വിശറയൊക്കെ കണ്ടോ, വിശറയല്ല സോറി, എന്തായിരുന്നു എൻ്റെ വിങ്സ്. യെസ്, ഞാൻ ഇന്ന് പറന്ന് പറന്ന് ഹലോ ഗുഡ് ഈവനിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഇന്നത്തേത് ഒരു വെരി 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 സ്പെഷ്യൽ എപ്പിസോഡാണ്. ദിസ് ഇസ് മീ യുവർ വെരി ഓൺ നന്ദിനി വിത്ത് യു ഓൺ ദ ഷോ. സോ ഇന്നത്തെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ മാത്രമല്ല ഹലോ ഗുഡ് ഈവനിങ്ങിലുള്ളത്, മറ്റൊരു വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള വളരെ ഹാൻസമായിട്ടുള്ള ഒരാളും കൂടെ ഇന്ന് ഇവിടെ ഹലോ ഗുഡ് ഈവനിങ്ങിലുണ്ട്. അതാരാണ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ സിനിമയെ പറ്റിയിട്ടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒത്തിരി കാലങ്ങളായിട്ട് നമ്മൾ പിക്കറ്റ് 43 എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പിക്കറ്റ് 43 എന്ന് ഞാൻ പറയുന്നത് മാത്രമല്ല, അവിടെ മുഴുവൻ പോസ്റ്റേഴ്സ്, ട്രെയിലേഴ്സ്, ടീസേഴ്സ്, പാട്ടുകൾ, അത് ഇത് ആകെ മൊത്തം പിക്കറ്റ് 43 മയമായിരുന്നു കുറേ കാലത്തേക്ക് ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നും കൂടെ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് പിക്കറ്റ് 43 മയമാക്കുകയാണ്. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ആരാണ് നമ്മളോട് സംസാരിക്കാനായിട്ട്? മിസ്റ്റർ ഹരീന്ദ്രൻ നായർ. യെസ്, സ്ട്രേറ്റ് ഫ്രം ദ പോസ്റ്റ് ഓഫ് പിക്കറ്റ് 43 ഇതർ ആയ ഹമാരേക്കോ മിൽനേസെ. ആർമി ആയതുകൊണ്ട് ഇത്തിരി ഹിന്ദി സംസാരിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അത് അത്ര നല്ലൊരു ഐഡിയ അല്ല എന്ന് തോന്നുന്നു. എന്താ ചേട്ടാ? സോറി, ഹരീന്ദ്രൻ നായർ വളരെ ബിസിയാണ്, പെട്ടെന്ന് സംസാരിച്ചിട്ട് പോകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാണ്, നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടോ? ചേട്ടാ സംസാരിച്ചോ, തുടങ്ങിക്കോ. അപ്പോൾ സ്റ്റാർ ചാറ്റിൽ കാണാം കേട്ടോ. മേജർ രവി സാറിൻ്റെ മൂവീസ് ഇറ്റ് ടോക്സ് അബൌട്ട് ആർമി ആൻഡ് ഓൾ ദാറ്റ്. ഇത് ആർമിയിലപ്പുറം ഇറ്റ് ടോക്സ് അബൌട്ട് ദ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് an unusual friendship. So ഈ ഒരു തീമിൽ when it was put forth to you. Yeah, I mean the fact that it is going to be released somewhere close to the Republic Day is quite coincidental. നമ്മൾ ഈ സിനിമ തുടങ്ങിയപ്പോൾ ഇതിങ്ങനെ 2015 ജനുവരി 26 അടുപ്പിച്ച് റിലീസാകുമെന്ന് നമുക്കൊരു പ്ലാൻ ഇല്ലായിരുന്നു. ഫ്രാങ്ക്ലി ഈ സിനിമ തുടങ്ങിയപ്പോൾ വി ഡിഡ്ന്റ് നോ ഇത് എപ്പോൾ ഇത് തീർക്കാൻ പറ്റും. കാരണം ഇറ്റ് വാസ് അറ്റ് ദ മേഴ്സി ഓഫ് എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ് വർ നോട്ട് ഇൻ അവർ കൺട്രോൾ. ഒന്ന്, ദിസ് വാസ് ഷോട്ട് ഇൻ എ പ്ലേസ് സിവിലിയൻസിന് ആക്സസ് ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇത് ഷൂട്ട് ചെയ്തത്. ഷൂപ്പിയാൻ വാലി എന്ന് പറഞ്ഞിട്ട് സെക്ടർ 44 രാഷ്ട്രീയ റൈഫിൾസിനുള്ളിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടുത്തെ പെർമിഷൻസ് ഒക്കെ എപ്പോൾ സോർട്ടായി വരുന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. സെക്കൻഡ്ലി, ഇത് ഒരേ സ്പോട്ടിൽ 2 സീസൺസ് വേണ്ട ഒരു സിനിമയാണ്. ആൻഡ് അവിടുത്തെ ഒരു പ്രശ്നം, യു കാൻ റിയലി ബി വെരി ഷ്യോർ ഇപ്പോൾ എത്ര നാൾ സ്നോ കാണും ആൻഡ് ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദ സ്നോ ടു മെൽറ്റ് എന്ന് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് അത് ഓരോ വർഷവും ഇറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പോൾ അതൊരു ഓപ്പൺ പ്ലാനോട് കൂടിയാണ് ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയത്. പക്ഷേ ആക്ച്വലി അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വി കുഡ് പ്രിറ്റി മച്ച്, ഇൻഫാക്ട് ദ നമ്പർ ഓഫ് ഷൂട്ടിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 22 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. വി ഷോട്ട് ദ ഫിലിം ഇൻ 22 days. പക്ഷെ കമ്മിങ് ബാക്ക് ടു വാട്ട് ദ ഫിലിം ഇസ് അബൌട്ട്, ഈ പറഞ്ഞ പോലെ ഒരു നമ്മൾ കണ്ട് പരിചയിച്ച സോ കോൾ പട്ടാള സിനിമകൾ ആണ് ഇതിൻ്റെ ഒരു യാർഡ് സ്റ്റിക്ക് എങ്കിൽ യു വിൽ ബി ഡിസപ്പോയിൻറ്റഡ്. കാരണം ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല. അഫ്കോഴ്സ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആർമിയാണ്. പക്ഷേ വാട്ട് ദ ഫിലിം സ്പീക്സ് അബൌട്ട്, ലൈക്ക് യു സെഡ്, ഇസ് ഫ്രണ്ട്ഷിപ്പ്. ഇത് 2 ആൾക്കാർ തമ്മിലുള്ളൊരു സുഹൃത്ത് ബന്ധമാണ്. എങ്ങനെ ഈ സുഹൃത്ത് ബന്ധം അസാധാരണമാകുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൽ ഒരാൾ ഒരു ഇന്ത്യൻ ആർമി ഹവിൽദാറും മറ്റൊരാൾ ഒരു പാകിസ്ഥാൻ ആർമി റേഞ്ചറുമാണ്. ആൻഡ് നമ്മൾ ഈ സിനിമ തുടങ്ങുമ്പോൾ ഈ പിക്കറ്റ് 43 എന്ന് പറയുന്ന പിക്കറ്റിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ ഹവിൽദാർ വളരെ ബ്രൂട്ടലായിട്ട് മർഡർ ചെയ്യപ്പെട്ട് അയാളുടെ ബോഡി കണ്ടെത്തി ആ ഒരു ഇൻസിഡൻറ്റ് ക്യാമ്പിൽ ഉണ്ടാക്കുന്ന ഒരു അണ്ണീസ് എന്നാണ് ഈ സിനിമ തുടങ്ങുന്നത്. അങ്ങനെ അതിൻ്റെ ഡ്യൂട്ടി റോസ്റ്റർ ചെക്ക് ചെയ്യുമ്പോൾ ദേ ഫിഗർ ഔട്ട് ദാറ്റ് ദ നെക്സ്റ്റ് ഗൈ ടു ഗോ ദെയർ ഇസ് ഒരു മലയാളി ഹരീന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഹവിൽദാറാണെന്ന്. അപ്പോൾ ഈ ഹരീന്ദ്രന് നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്ന ഈ ദേശഭക്തി തുളുമ്പി നിൽക്കുന്ന പട്ടാളക്കാരനല്ല. ഹരീന്ദ്രൻ ഭയമുണ്ട്, അവന് പേടിയുണ്ട്. അവൻ്റെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, അവന് ഇപ്പോൾ അടുത്ത ലീവിന് പോയാൽ അവന് കല്യാണമാണ്, അവൻ്റെ അമ്മ ഒറ്റയ്ക്കാണ്, അവൻ്റെ പ്രാരാബ്ദങ്ങൾ. അപ്പോൾ അവന് ഈ പിക്കറ്റ് 43 പോസ്റ്റിംഗ് കിട്ടുമ്പോൾ അവനിത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുമെന്നാണ് അവൻ ആദ്യം നോക്കുന്നത്. അല്ല നമ്മൾ ഈ സാധാരണ കാണുന്ന പോലെ ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് പോകുന്ന പട്ടാളക്കാരനല്ല. അപ്പോൾ അവനൊരു സാധാരണക്കാരനാണ്. പക്ഷെ അവനത് എത്ര ശ്രമിച്ചിട്ടും they will not let him. അവൻ്റെ ലീവ്, സാങ്ഷനായ ലീവ് ക്യാൻസൽ ചെയ്തിട്ട് അവൻ്റെ കമാൻഡർ പറയും, അവൻ്റെ കമാൻഡർ ഒരു മലയാളിയാണ്, അത് രഞ്ജി പണിക്കർ ചെയ്ത ക്യാരക്ടറാണ്. അപ്പോൾ കമാൻഡർ പറയുന്നത്, അല്ലെങ്കിൽ തന്നെ ക്യാമ്പിൽ ഞാൻ മലയാളികളോട് പാഴ്സലാണെന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പോൾ പിക്കറ്റ് 43 പോസ്റ്റിംഗ് ആയ ഒരാളെ ഞാൻ പെട്ടെന്ന് ലീവാണെന്ന് പറഞ്ഞ് വിട്ടാൽ ഓബ്വിയസ്ലി എന്നോട് ആൾക്കാർ ചോദിക്കും, സോ ഐ എം സോറി, ലീവ് ക്യാൻസൽ ചെയ്യാണ്, യു ഹാവ് ടു ഗോ എന്ന് പറഞ്ഞവനെ പിക്കറ്റിലേക്ക് അയക്കുകയാണ്. അവൻ അവിടെ എത്തിപ്പെട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതുപോലെ റോസ്റ്റർ മാറി ഓപ്പോസിറ്റുള്ള പാകിസ്ഥാൻ പിക്കറ്റിൽ വരുന്നൊരു പുതിയ റേഞ്ചറാണ് മുഷറഫ് എന്ന് പറഞ്ഞ ജാവദ് ജാഫ്രി ചെയ്യുന്ന ക്യാരക്ടർ. അപ്പോൾ ഒബ്വിയസ്ലി വളരെ അൺഈസി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഇവനവിടെ ചാർജ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന് ഭയങ്കരമായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസും, പിന്നെ ഇവൻ ഒരു ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പോൾ ഇവൻ്റെ ഭയവും ഒക്കെ കാരണം
അങ്ങോട്ട് ഇവർ തമ്മിൽ യാതൊരു തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല ആദ്യം. പക്ഷേ സ്ലോലി ഹൗ ദേ ഗെറ്റ് ടു ടോക്ക് ടു ഈച്ച് അതർ ആൻഡ് ദേ ഡിസ്കവർ. ഹരീന്ദ്രൻ ഒരു വലിയ ഒരു ഡിസ്കവറിയാണ്. അതായത് അവനെപ്പോലെ തന്നെ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ഉള്ളൊരു മറ്റൊരു സാധാരണക്കാരനാണ് അപ്പുറത്തുള്ള ഒരാൾ. അല്ലാതെ ഇത് പാകിസ്ഥാൻ ആർമി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഭയങ്കര ദേ ലൈക്ക് അസ് യുനോ ഒരു ദേ ആർ അനദർ കൺട്രി ആൻഡ് അവരുടെ ആർമിക്ക് അവരുടെ രാജ്യത്തിനോടുള്ളൊരു ഭയങ്കരമായ ഇതുണ്ടാവും. അപ്പോൾ ആ ഒരു ഡിസ്കവറി കൂടി ഉണ്ട് ഇതിൽ. പക്ഷേ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഡെവലപ്പ് ആകുന്നുവെന്നും ആ റിലേഷൻഷിപ്പിൻ്റെ പല ഡൈനാമിക്സുമാണ് ഈ സിനിമയുടെ ഒരു പ്രധാന ഘടകം. പക്ഷേ ഇതിൻ്റെ നറേറ്റീവ് എങ്ങനെ ആണ് ഡിഫറെൻ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ആക്ച്വലി എ റിയൽ ടൈം നറേറ്റീവ്. ഈ സിനിമയുടെ മുഴുവൻ കഥ നടക്കുന്നത് 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു എൻകൗണ്ടറിലാണ്. അപ്പോൾ ഈ എൻകൗണ്ടറാണ് സിനിമ. ദ ഹോൾ ഫിലിം ഇസ് ദാറ്റ് എൻകൗണ്ടർ. ഈ എൻകൗണ്ടറിനിടയിൽ ഹരീന്ദ്രൻ്റെ ഓർമ്മകൾ എന്നുള്ള നിലയ്ക്ക് പല ഫ്ലാഷുകളിലൂടെയാണ് ബാക്കിയുള്ള കഥ ഓഡിയൻസ് അറിയുന്നത്. പക്ഷേ ഇൻ ഇഫക്റ്റ് ഇറ്റ്സ് എ റിയൽ ടൈം ഫിലിം. ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ല, അങ്ങനല്ല. ഇറ്റ്സ് എ വെരി നോൺ ലീനിയർ സ്ക്രീൻ പ്ലേ. നമ്മൾ ദ ഫിലിം സ്റ്റാർട്ട്സ് pretty much where the shootout begins. And the entire film is that ആ ഷൂട്ട് ഔട്ട് ആണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഓരോ ഇൻസ്റ്റൻസസിൽ ഹി ഗെറ്റ്സ് ഇഞ്ചേർഡ്. അപ്പോൾ അവന് ഓരോ ഫ്ലാഷസിൽ ഇവനിവിടെ എത്തിപ്പെടാനുണ്ടായ സാഹചര്യവും ഇവൻ്റെ നാട്ടിൽ ആ സമയത്ത് where his personal life is at that point in time. ഇവൻ എങ്ങനെ മുഷറഫിനെ കണ്ടുമുട്ടുന്നു and how that relationship evolves. അതെല്ലാം ഫ്ലാഷസിലൂടെയാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യക്കാരെ കുറിച്ച് നമ്മൾ സാധാരണ പറയും പേട്രിയോട്ടിസം വരുന്നത് ആകെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ ഒരു മാച്ച് നടക്കുമ്പോൾ അങ്ങനെയുള്ളൂ എന്ന്. പക്ഷേ ഈ റൈവൽറി, തോട്ട് ഓഫ് റൈവൽറി എപ്പോഴും ഉണ്ട് നമ്മുടെ മനസ്സിൽ. ജസ്റ്റ് ഒരു പാകിസ്ഥാനി എന്ന് പറയുമ്പോൾ തന്നെ വി തിങ്ക് ഓഫ് ദം ആസ് എൻ എനിമി, ഈവൺ ഒരു കോമൺ മാൻ ആകുമ്പോൾ. അപ്പോൾ ഈ ഒരു മൂവിയുടെ സ്റ്റോറി എത്രമാത്രം അതിനെ ഒന്ന് മാറ്റി ചിന്തിക്കാനായിട്ട് ഹെൽപ്പ്? ഇതിൽ ഒരു സബ് ടെക്സ്റ്റ് ഉള്ളത് ആ ഏരിയയിലാണ്. അതായത് നമ്മളെപ്പോലെ തന്നെ ഒരു രാജ്യവും നമ്മളെപ്പോലെ തന്നെ ഒരു ജനതയുമാണ് അവർ എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ഇന്നത്തെ അവസ്ഥയിൽ ദേ ആർ എ ലോട്ട് മോർ അൺഫോർച്ചുനേറ്റ് ദാൻ വി ആർ. കാരണം ഇൻ എ ലോട്ട് ഓഫ് വേസ് അവരുടെ സിസ്റ്റം ഇസ് നോട്ട് ആസ് ഫങ്ഷണൽ ആസ് ഇറ്റ് ഈസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ഇറ്റ് ഈസ് നോട്ട് ടു സേ ദാറ്റ് ഇറ്റ് ഇസ് എ വേൾഡ്സ് മോസ്റ്റ് ഫങ്ഷണൽ ഇവോൾവ് സിസ്റ്റം. പക്ഷേ അവിടെ ലോട്ട് ഓഫ് തിങ്സ് ആർ സ്റ്റിൽ നോട്ട് as functional as it should be. It's a country that's been constantly going through transitions. ഒരു തരത്തിലുള്ളൊരു സ്റ്റെബിലിറ്റി കൈവരിച്ചിട്ടില്ലാത്തൊരു രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു രാജ്യമാണ്. പക്ഷെ അത് മാറ്റിവെച്ചാൽ അവരൊരു രാജ്യം നമ്മളെപ്പോലെ തന്നെ ഒരു ജനത ഇൻ എ ലോട്ട് ഓഫ് വേസ് വെരി വെരി സിമിലർ ടു അസ്. ഇതിൻ്റെ ഒരു ആദ്യത്തെ ഇവർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത് തന്നെ ഒരു ദിവസം രാത്രി ഹരീന്ദ്രൻ അവൻ്റെ ബങ്കറിലിരുന്നിട്ട് അവനൊരു ട്രാൻസിസ്റ്റർ ഉണ്ട്. അപ്പോൾ അത് ഓൺ ചെയ്ത് അവൻ ട്യൂൺ ചെയ്യുമ്പോൾ AIRൽ ട്രിബ്യൂട്ട് ടു ഗുൽസാർ നടക്കുകയാണ്. അപ്പോൾ ഗുൽസാർ എഴുതിയ പാട്ടുകൾ അതിനകത്ത് കേൾക്കുമ്പോഴാണ് ആദ്യമായിട്ട് അപ്പുറത്തെ ബങ്കറിൽ നിന്ന് ഇവനൊരു വോയിസ് കേൾക്കുന്നത്. അവൻ പറയുന്നത് അവൻ ആ കേൾക്കുന്നത് അതിന് കുറച്ച് വോളിയം കൂട്ടുമെന്നാണ് ആദ്യം. അപ്പോൾ ഇവൻ പെട്ടെന്ന് ഞെട്ടിയിട്ട് ഇത് ഓഫ് ചെയ്യും. അപ്പോൾ അവൻ പറയും ഈ ഓഫ് ചെയ്തെന്തിനാ, ഞാൻ വോളിയം കൂട്ടാനല്ലേ പറഞ്ഞു, ഞാനും കൂടെ കേട്ടോട്ടെ. ഇവൻ പറഞ്ഞത് നീ ആറാ ഗുൽസാറിൻ്റെ പാട്ട് കേൾക്കാൻ, ഗുൽസാർ ഇന്ത്യക്കാരനാണ്. അപ്പോൾ ഇവൻ അത്രേ ഉള്ളൂ. ഹരീന്ദ്രന് സോ പെറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ അവൻ ചിരിച്ചിട്ട് പറയും ഗുൽസാർ ഇന്ത്യക്കാരനായതുകൊണ്ട് എന്താണ്, ഗുൽസാറിന് പാകിസ്ഥാനിൽ ഒരുപാട് ഫാൻസ് ഉണ്ട്, എടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പാട്ടുകൾ. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ തുടങ്ങുന്നത് തന്നെ. സോ സ്ലോലി ഹരീന്ദ്രൻ്റെ ഡിസ്കവറിയിലൂടെ ദർ ഇസ് ഓൾസോ എ സബ് ടെക്സ്റ്റ് ദാറ്റ് അവർ ഇറ്റ്സ് പ്രിറ്റി സ്ട്രേഞ്ച് ദാറ്റ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ആൻറ്റഗോണിസ്റ്റ് ആണ്, നമ്മുടെ കൾച്ചറിൽ തന്നെ ഇതൊരു ആൻറ്റഗോണിസ്റ്റിൻ്റെ സ്ഥാനമാണെന്നുള്ളത് ഇറ്റ്സ് പ്രിറ്റി സ്ട്രേഞ്ച്. ഐ മീൻ എനിക്ക് ഐ ഹാഡ് പാകിസ്ഥാനി ഫ്രണ്ട്സ്. ഞാൻ പഠിച്ച സ്ഥലത്ത് പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട്. ആക്ച്വലി it's quite surprising to know that they are so similar. Of course we are the same country, so they are so similar. And അതാണ് ഈ സിനിമയുടെ മറ്റൊരു സബ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഈ മോർ ദാൻ എ കോമൺ മാൻ. ഇതിപ്പോൾ ആർമീനെ കുറിച്ചാണല്ലോ പറയുന്നത്. ആൻഡ് ആർമി, പാകിസ്ഥാൻ ആർമി സ്പെഷ്യലി ഇപ്പോൾ ഇൻ ദീസ് വോളറ്റൈൽ കണ്ടീഷൻസ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ആർമി തന്നെ താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ്, ഈവൻ ദ ഗവൺമെന്റ്. സോ ഒരു ആർമി പെർസ്പെക്റ്റീവ് എന്ന് വരുമ്പോൾ ഹൗ ഡസ് ഇറ്റ് സേ ഡിഫറെന്റ് സ്റ്റോറി? സി ദാറ്റ്സ് എ ഹോൾ തിങ്. അതായത് ഈ ഇത്തരം വലിയ ചിന്തകൾ പിന്നിൽ നിൽക്കുമ്പോൾ വളരെ വിജനമായ ഒരു സ്ഥലത്ത് പരസ്പരം മാത്രം സംസാരിക്കാനും കാണാനും കഴിയുന്ന ഒരു ഇന്ത്യക്കാരനും പാകിസ്ഥാനും എങ്ങനെ സാധാരണ മനുഷ്യരായി മാറുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു തലം. അവർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹി വാസ് എ പാകിസ്ഥാൻ യൂണിഫോം ആൻഡ് ഐ വെയർ എൻ ഇന്ത്യൻ യൂണിഫോം. പക്ഷെ അത് കഴിഞ്ഞാൽ ദേ ആർ ബോത്ത് ദ സെയിം. അവർ കഴിക്കുന്ന ഭക്ഷണം ഒന്നാണ്. ഇൻഫാക്ട് അവർക്ക് കിട്ടുന്ന റേഷൻസ് ആർ ഓൾമോസ്റ്റ് ദ സെയിം. അവരും ചപ്പാത്തിയും ഇതൊക്കെയാണ് കഴിക്കുന്നത്. ആൻഡ് ദി ഒൺലി ഡിഫറൻസസ് ഞാനൊരു മലയാളിയാണ്, ഹീ സ്പീക്സ് ഹിന്ദി എന്നുള്ളതാണ്.
ആൻഡ് താങ്ക്ഫുള്ളി ഈ സിനിമയിൽ ജാവേദ് ജാഫ്രി ഒരു മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനി അല്ല. ജാവേദ് ജാഫ്രി സംസാരിക്കുന്ന ഹിന്ദിയാണ്. അപ്പോൾ മുഷറഫ് ഹരീന്ദ്രനോട് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. ഹരീന്ദ്രൻ തിരിച്ച് മുഷറഫിനോട് ഹരീന്ദ്രൻ അറിയാവുന്ന ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഐ ബിലീവ് ഈവൻ ദെൻ ഒരു സബ് ടൈറ്റിലിംഗ് പോലും ഇല്ലാതെ ഇതിലെ കോൺവെർസേഷൻസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മൂവി ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഷൂട്ട് ചെയ്തത് ഭയങ്കര എക്സ്ട്രീം കണ്ടീഷൻസ് ആയിരുന്നു. ആൻഡ് നിങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെ അവിടെ ഒരു ചെറിയ അറ്റാക്ക് പോലെയൊക്കെ നടന്നു എന്നുള്ളൊരു ഇത് കേട്ടു. ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ 2 ഷെഡ്യൂൾസ് ആയിരുന്നു. ദർ വാസ് എ വിന്റർ ഷെഡ്യൂൾ ആൻഡ് എ സമ്മർ ഷെഡ്യൂൾ. സമ്മർ വാസ് ഓക്കെ. ഐ മീൻ ഇൻ ടേംസ് ഓഫ് ദി വെദർ കണ്ടീഷൻസ് ഇറ്റ് വാസ് ആക്ച്വലി ക്വൈറ്റ് പ്ലസന്റ്. വിന്റർ എനിക്ക് തോന്നുന്നു ഈസിലി ദ ടഫസ്റ്റ് ഷൂട്ടിംഗ് കണ്ടീഷൻസ് ഐ ഹാവ് എവർ ഫേസ്ഡ്. കാരണം there were days I remember when the temperature dipped to -24 degrees Celsius. -24 എന്ന് പറഞ്ഞാൽ നമുക്ക് see to put it in context, a freezer is about -4, you know. So this is -24 degrees Celsius and we were shooting in ഒരു 8 to 10 feet of snowയിലാണ് ഇതിൻ്റെ ഷൂട്ട് വിന്റർ ഷെഡ്യൂൾ ഫുൾ നടന്നത്. And unfortunately വിന്റർ ഷെഡ്യൂളാണ് ഇതിൻ്റെ ഫുൾ ആക്ഷനും ഷൂട്ട് ഔട്ടും ഒക്കെ നടക്കുന്നത്. So that was very tough. And also regarding ദി ഇൻസിഡൻസ്, നമ്മൾ ഷൂട്ട് ചെയ്തത് ഈ ഷൂപ്പിയൻ വാലി എന്ന് പറഞ്ഞ പുൽവാമയിൽ നിന്ന് വീണ്ടും ഒരു 2-2.5 മണിക്കൂറോളം വണ്ടിയിൽ പോകേണ്ട ഒരു സ്ഥലത്താണ്. അപ്പോൾ ദാറ്റ് ഈസ് എ സോ കോൾഡ് ഒരു റെഡ് സോൺ. അപ്പോൾ ഒരുപാട് നാളുകൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സെക്ടർ 44 ആർമി ഓഫീസേഴ്സ് വന്നിട്ട് വി ആർ സോറി ബട്ട് ഇമ്മീഡിയറ്റ്ലി പാക്കപ്പ് ചെയ്യണം, വി ഹവ് ജസ്റ്റ് ഗോട്ട് ഇന്റലിജൻസ് ദാറ്റ് ദർ ഹസ് ബീൻ എൻ ഇൻഫിൽട്രേഷൻ ഇൻ ദിസ് ഏരിയ, അപ്പോൾ ഇറ്റ്സ് നോട്ട് സേഫ് എനിമോർ എന്ന് പറഞ്ഞാൽ നമ്മളെ അപ്പം തന്നെ പാക്കപ്പ് ചെയ്ത് ദെൻ വി ആർ ടേക്കൺ ടു എ ബേസ് ഇൻ ദീസ് വെഹിക്കിൾസ് കോൾഡ് കാസ്പേഴ്സ്. അപ്പോൾ അവർ കാസ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മൈൻ പ്രൊട്ടക്ഷൻ വെഹിക്കിൾ. ഏതാണ്ട് 14 ടൺസോളം വെയിറ്റ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് തിക്ക് അയണിൽ ചെയ്തിട്ടുള്ള. അപ്പോൾ അതിലാണ് പോകുന്നത്. ദർ വർ ഡേയ്സ് ഇൻ വി കുഡ് ഹിയർ ഗൺ ഷോട്ട്സ് ഫാർ ഓഫ്. അതൊരു നമ്മൾ ഈ പറഞ്ഞ പോലെ പറയുമ്പോൾ ഇറ്റ് വിൽ സീം ലൈക്ക് ഐ എം റൊമാൻറ്റിസൈസിങ് ദ ഹോൾ തിങ്. പക്ഷേ ദിസ് വാസ് ദി ആക്ച്വൽ ട്രൂത്ത്. So it must have been really, a tense atmosphere, right? See, basically we were very well protected. I mean, we had army commandos with loaded weapons on site every day. And ഈ പറഞ്ഞ പോലെ the sector 12 ആണ് അതിൻ്റെ കമാൻഡ് കോർ. അപ്പോൾ അവിടുത്തെ കമാൻഡർ വാസ് എ മലയാളി ആൻഡ് ഓൾസോ എൻ എക്സ് സൈനിക് സ്കൂൾ. അപ്പോൾ നമ്മൾ ഈ സൈനിക് സ്കൂളിൽ പഠിച്ചവർക്ക് പരസ്പരം യാതൊരു ബന്ധവും ഇല്ലെങ്കിലും കാണുമ്പോൾ സ്വന്തം ചേട്ടനാണെന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ പ്രമോദ് സർ വാസ് വെരി വെരി he really went out of his way to make sure that there was proper protection in place. And unless if എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ they wouldn't let us go. നമ്മളെ പോകാൻ സമ്മതിക്കില്ലായിരുന്നു. So we were very well taken care of. നമ്മളങ്ങനെ we were face to face with danger എന്നൊന്നും പറയാനൊന്നും ആക്ച്വലി ഇല്ല. പക്ഷേ that place is scary. I mean, it was scary because of how much of an everyday thing it is. ഇതൊരു ഒരു ദിവസം സംഭവിച്ചെന്നുള്ളതല്ല. വി ആർ ടോക്കിംഗ് എവറി സിംഗിൾ ഡേ. എല്ലാ ദിവസവും തിരിച്ചു വരുമ്പോൾ പ്രമോദ് സാർ പറയും, വാട്ട് ഇന്നിങ്ങനെ പുൽവാമയിൽ ഇത് നടന്നു. ആൻഡ് നമ്മൾ ഈ പത്രത്തിൽ വായിക്കുന്നതും ന്യൂസ് ചാനലിലും കാണുന്നതും ആയിട്ടുള്ള ഇൻസിഡൻസ് ഇല്ലേ, ലെറ്റ്സ് സേ ദാറ്റ്സ് 1 of 100. There are 99 more that nobody ever knows of. ഇപ്പോൾ നേരത്തെ പറഞ്ഞു സൈനിക് സ്കൂളിലെ കാര്യം. മേജർ രവി സാർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു, പൃഥ്വിരാജ് സൈനിക് സ്കൂളിൽ പഠിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്, ഒരു സോൾജർ എങ്ങനെയായിരിക്കണം എന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. യു ഓൾറെഡി ന്യൂ അബൌട്ട് ഇറ്റ്. സോ ഹൗ മച്ച് വാസ് ഇറ്റ് ഹെൽപ്പ് ദാറ്റ് ആ ഒരു ഡിസിപ്ലിൻ? Yeah, I mean, I guess സ്കൂളിൽ പഠിക്കുമ്പോൾ we had constant access to army lifestyle and ഒരുപാട് ആർമി ഓഫീസേഴ്സിനെ ഡെയിലി കാണാനും ഒരുപാട് സംസാരിക്കാനും. ഇൻഫാക്ട് a lot of our staff and faculty were also from the defense. Our principal, headmaster and the registrar were from 3 wings. Principal ഒന്നുകിൽ നേവി, ആർമി, എയർഫോഴ്സ്, അങ്ങനെ 3 വിങ്സ് എന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ കാണാത്തൊരു ലോകമായിരുന്നില്ല. പിന്നെ ഐ ഗെസ് സൈനിക് സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്ത്, ഐ ഡോണ്ട് നോ ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ പഠിച്ച സമയത്ത് 7th സ്റ്റാൻഡേർഡ് മുതൽ വി ഹാഡ് ആംസ് ആൻഡ് അമ്യൂണിഷൻ ട്രെയിനിങ്. അപ്പോൾ I know how to handle a rifle, courtesy. I was taught that in school. അപ്പോൾ എങ്ങനെ സല്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഐ നോ, ബിക്കോസ് സ്കൂളിൽ ദാറ്റ് വി വർ സപ്പോസ് ടു സല്യൂട്ട് വെൻ യു സി എ സീനിയർ ഓഫീസർ. എങ്ങനെയാണ് ഒരു ബെറെ ധരിക്കേണ്ടതെന്ന് നമുക്കറിയാം, ബിക്കോസ് നമ്മുടെ സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായിട്ടൊരു ബെറയുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ഐ എം ഷുവർ മൈ സ്കൂളിംഗ് ഹസ് ഹെൽപ്ഡ്. അതല്ലാതെ ഐ ഡോണ്ട് നോ, മേ ബി ഇൻ എ സബ് കോൺഷ്യസ് വേ there was a big part of my life and I was dreaming of becoming an army officer. അപ്പോൾ അത് ആ സ്കൂളിൽ അങ്ങനെയാണ്, യു ആർ കണ്ടീഷൻഡ് ടു തിങ്ക് ദാറ്റ് ദാറ്റ്സ് വാട്ട് യു വാണ്ട് ടു ഡു. അപ്പോൾ അതൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. ഐ ഡോണ്ട് നോ.
ആൻഡ് ഈ ഒരു മൂവിയിൽ ഇപ്പോൾ ഈ ക്യാരക്ടർ പറഞ്ഞു, സാധാരണ നമ്മളെപ്പോഴും ഹീറോ ആർമി ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഹീ സമൺ ഹൂ ഇസ് ജസ്റ്റ് ഹെഡ് ഓൺ, ഭയങ്കര പേട്രിയോട്ടിക് ആൻഡ് ഈവൻ യു പേഴ്സണലി ചലഞ്ചസ് എല്ലാം ഹെഡ് ഓൺ എടുത്ത് എവറി റോൾ ദറ്റ് യു ഡു വിത്ത്. I mean, Hareendran is not me at all, actually. എന്നെ പോലെ ഒരാളെ അല്ല ഹരീന്ദ്രൻ. ഹരീന്ദ്രൻ ഇസ് എ വെരി വെരി റിലക്റ്റൻറ്റ് സോൾജർ. ഇത് സിനിമയിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ലെങ്കിലും ഞാൻ കണ്ട ഹരീന്ദ്രൻ വേറെ ഏതൊക്കെയോ ജോലിക്ക് അപ്ലൈ ചെയ്ത് ശ്രമിച്ചിട്ട് കിട്ടാതെ ലാസ്റ്റ് ആർമിയിൽ കിട്ടി എന്നുള്ള അവസ്ഥയിലാണ് അയാൾ ആർമിയിൽ ചേർന്നത്. അയാൾ ഈ പറഞ്ഞ പോലെ അയാൾക്ക് ഇങ്ങനെ ഭയങ്കരമായ ദേശഭക്തിയോ കാര്യങ്ങളോ ഒന്നും ഉള്ള ഒരാളല്ല. അയാളൊരു സാധാരണ ജവാനാണ്. മാസം ശമ്പളത്തിൽ നിന്ന് കുറച്ച് പൈസ വീട്ടിലയക്കണം, വളരെ അങ്ങനെയൊക്കെ ഒരു പാവത്താനായിട്ട് ആ എൻറ്റയർ ബേസ് ക്യാമ്പിൽ ഒരു സ്പെഷ്യാലിറ്റിയും ഇല്ലാത്ത ഒരാളായിരിക്കും ഹരീന്ദ്രൻ. പക്ഷേ ഇത്രയും സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ഒരു ക്രൈസിസ് വരുമ്പോൾ ഹൗ സബ് കോൺഷ്യസ്ലി ഹി ബിക്കംസ് an army man എന്നുള്ളതും കൂടി ഉണ്ട് ഇതിനകത്ത് ഒരു ഘടകം. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ഓൾസോ എ വെരി ഇൻട്രസ്റ്റിംഗ് ട്രാൻസിഷൻ. അത് ഇയാൾ അറിയില്ലത്. ഹി ഡസ് നോട്ട് റിയലൈസ് സ്ലോലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദാറ്റ് 1.5 hour long encounter there comes a time when he realizes that he might not get out of this alive. അപ്പം അയാളിൽ ഉണ്ടാകുന്നൊരു മാറ്റമുണ്ട്. ആൻഡ് ഹി ഡസൻ റിയലൈസ് ഇറ്റ്. ഇത് തിരിച്ചു പോയി എല്ലാം കഴിഞ്ഞ് എൻഡിൽ ഇയാളുടെ കോർ കമാൻഡർ ഇയാളോട് പറയുമ്പോഴാണ് ഇയാൾ ആലോചിക്കുന്നത് അതിനെ പറ്റി. അപ്പോൾ അത് ദാറ്റ്സ് ഓൾസോ ഇൻട്രസ്റ്റിംഗ് തിങ് ഇൻ ദ ഫിലിം. ട്രെയിലറിൽ തന്നെ ആ ഡയലോഗ് ഉണ്ടല്ലോ, ഹരീന്ദ്രൻ ഇവിടെ ഉള്ളപ്പോൾ ആരും അതൊക്കെ പറയുന്നത് സിനിമയിൽ തുടക്കത്തിലുള്ള ഹരീന്ദ്രനല്ല. ഹരീന്ദ്രൻ അത് പറയുന്നത് അയാൾ മരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. ഹി തിങ്സ് ഈസ് ഗോയിങ് ടു ഡൈ. അത് കഴിഞ്ഞ് എൻഡിൽ ഹരീന്ദ്രനെ നിങ്ങൾ വീണ്ടും കാണുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ എൻ്റെ അമ്മ ഇത് എന്തുവായിരുന്നുള്ള. സോ അത് അങ്ങനത്തെ ഒരുപാട് ലേയേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. ലെറ്റ്സ് ഹോപ്പ് അതെല്ലാം വെൽ കമ്മ്യൂണിക്കേറ്റഡ് ആണെന്നും ആൾക്കാർക്ക് അതെല്ലാം പിടികിട്ടുമെന്നും ഐ ഹോപ്പ് സോ. ഇതൊക്കെയാണ് പിക്കറ്റ് 43യെ പറ്റിയിട്ട് ഹരീന്ദ്രൻ നായർ സാബിന് പറയാനുള്ള കാര്യങ്ങൾ. അപ്പൊ എല്ലാം ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം പോരാ, പിക്കറ്റ് 43 പോയി കാണുകയും കൂടെ വേണം. അപ്പൊ ഇന്നത്തെ പിക്കറ്റ് 43 സ്പെഷ്യൽ സ്റ്റാർ ചാറ്റ് എപ്പിസോഡിൽ നിന്ന് വൈൻഡപ്പ് ചെയ്ത് പോകാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പം ഞാൻ ടാറ്റ ബൈ ബൈ പറയാണ്. പിക്കറ്റ് 43 കാണാനായിട്ട് മറക്കരുത്. ഇറ്റ് ഈസ് എൻ അമേസിംഗ് മൂവി. മേജർ രവി സർ ഒരു സ്പെഷ്യൽ സല്യൂട്ട്. ഇത്ര അടിപൊളി ഒരു ഫിലിം എടുത്തതിന്. ഒരു ഫുൾ ഓൺ യുദ്ധമല്ല, പക്ഷെ എന്നാൽ കൂടി എല്ലാ എക്സൈറ്റ്മെൻറ്റും ആ റിലേഷൻഷിപ്സിൻ്റെ എല്ലാ ബ്യൂട്ടിയും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഫിലിമാണ്. സോ ഗോ ഹെഡ്, ഡു വാച്ച് ഇറ്റ്, ഡോണ്ട് ഡൗൺലോഡ് ഇറ്റ്. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ വീണ്ടും പറന്ന് പോവാണ്. ടാറ്റ ബൈ ബൈ.